ഇപ്പൊ സിനിമ സംസാരിക്കുന്ന വിഷയം ഭയങ്കര ഗൗരവമുള്ള കാര്യമാണെങ്കിലും അത് സറ്റാരിക്കലി അവതരിപ്പിക്കുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുമായിരിക്കും കണ്ടിരിക്കുന്ന പ്രേക്ഷകന്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇതാണ് സ്വീറ്റി എന്നുള്ള കഥാപാത്രം, ചുറ്റും നിൽക്കുന്ന രസകരമായിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും കേട്ടപ്പോൾ ആദ്യത്തെ ഒരു തോട്ട് എന്തായിരുന്നു? ഇതെങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കുക? ഞാൻ ആക്ച്വലി പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് സത്യം പറഞ്ഞാൽ ചിന്തിച്ചില്ല. എനിക്ക് ആസ് എൻ ആക്ടർ സാറിൻ്റെ പ്രോജക്റ്റിലും സാറിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിലാണ് എനിക്ക് കംപ്ലീറ്റ് ട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാം സറണ്ടർ അങ്ങോട്ട് ചെയ്തു. ബിക്കോസ് നമ്മൾ ഓരോ വട്ടം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ നിങ്ങൾ കാണുന്ന ക്യാരക്ടറിൻ്റെ റോ ഫോർമാറ്റാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് ആർക്കും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല നെഗറ്റീവായിട്ട്. ഇറ്റ്സ് ഓൾ ലൈക്ക് സോ മച്ച് ഓഫ് ഫൺ. കാരണം ഇത്രയും ഇപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, കഴിഞ്ഞ വർഷമാണ്. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു റേഞ്ച് തന്നെ വരെ പുറത്ത് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. പക്ഷെ ആ സമയത്താണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക, ഫൺ ഹ്യൂമർ രീതിയിൽ എല്ലാ ആക്ട്രസസിനെ അവരുടെ റെസ്പെക്റ്റ് കളയാതെ എന്നാൽ ബോൾഡായിട്ട് ആക്ടേഴ്സിനെ കാണിക്കുന്നത് ഇത്രയും ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് ഐ ഡോണ്ട് തിങ്ക് എനിബഡി എൽസ് ഇങ്ങനെയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിച്ചിട്ട്. ഞാൻ കുറെ പ്രോമിനന്റ് ആയിട്ടുള്ള മീഡിയാസിന്റെ ടൈറ്റിൽ നോക്കിയപ്പോ ബോൾഡ് ആൻഡ് ബ്രില്യൻ സിനിമ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് കാലമായിട്ട് അത്തരത്തിലൊരു സിനിമയും അറിയപ്പെടുന്നില്ല. ആക്ച്വലി മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ജോണറിൽ സിനിമയെ ഉണ്ടായിട്ടില്ല ഈ ഒരു ടൈപ്പ്. ഇപ്പം എല്ലാവരും ആദ്യം തന്നെ ഇപ്പോൾ 18+ ആണെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കും കുറെ അയ്യോ എന്നൊക്കെ ചിന്തയുണ്ട്. പക്ഷെ തെരുവിലി ആണെങ്കിലും ഇതുണ്ട്. പക്ഷെ നമ്മൾ 18+ ആണെങ്കിൽ കൂടി തന്നെ അതിൽ വൾഗാരിറ്റി ഒട്ടുമേ ഇല്ല. ഇറ്റ്സ് മോർ ഓഫ് എക്സ്പ്രഷൻസ് ആൻഡ് നമ്മളുടെ വോയിസിലത്തെ എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻസും ആക്ടറിൻ്റെ കോൺവെർസേഷൻസിലാണ് കൂടുതലും കൺവേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതൊരു ഫൺ മോഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ആക്ച്വലി ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും when people are watching നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചായിരുന്നു ഗൈസ് മാത്രമേ എൻജോയ് ചെയ്യുന്നുണ്ടാവുള്ളൂ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസിനായിട്ടും കൂടുതൽ ലേഡീസാണ് മറ്റേ പൊട്ടിച്ചിരിച്ച് കൈയടിച്ച് ആഘോഷിക്കുന്നത്. സോ വി ഫീൽ റിയലി ഹാപ്പി ഇങ്ങനെ കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും കാണുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉള്ള ഓഡിയൻസ് ഉണ്ടായത് കുറച്ചുകൂടെ നല്ലതാണ്. അതെ, തീർച്ചയായിട്ടും. അതെ വി ആർ റിയലി റിയലി ഹാപ്പി. ബിക്കോസ് നമ്മൾ പിന്നെ റിപ്പീറ്റഡ് ഓഡിയൻസ് ആയിട്ട് പോണ സമയത്ത് നമ്മളിപ്പോൾ രാത്രിയൊക്കെ ശ്രീധറും മറ്റേ ഷെനോസിലൊക്കെ പോണ സമയത്ത് ഇതിലേക്ക് വീണ്ടും വരികയാണ്, കാണുമ്പോൾ തന്നെ ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നമ്മൾ കുറേ വട്ടം സിനിമ കണ്ടുകൊണ്ട് നമുക്ക് സെയിം ഹ്യൂമർ വേണ്ടും അത്ര തന്നെ ചിരി വരില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരുടെ ചിരി കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തോ ഇറ്റ്സ് ലൈക്ക് നൈസ്.